മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് എളമരം കരീം. തൊഴിൽ സുരക്ഷയും മിനിമം കൂലിയും ഇല്ലാതാകും. ലേബർ കോഡുകൾ പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും എളമരം കരീം പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉണ്ടായത്. സംസ്ഥാനത്തുടനീളം അത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. ലേബർ കോഡുകൾ അത് കത്തിച്ചു കളയുന്ന സാഹചര്യം വരെ സംസ്ഥാനത്തുണ്ടായി. എന്തായാലും ഈ പിന്മാറ്റം ഉണ്ടാകില്ല സമരത്തിൽ നിന്ന്. അതായത് ലേബർ കോഡുകൾ പിൻവലിക്കുന്നത് വരെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് എളമരം കരീം അല്പസമയം മുമ്പ് കൈരളി ന്യൂസിനോട് പറഞ്ഞത്. മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള ലേബർ കോഡുകൾ വരുന്നത് അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു അജണ്ടയുണ്ട്, വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ട്രേഡ് യൂണിയനുകളെ ഇല്ലാതാക്കുക, ട്രേഡ് ഫ്രീ ഇന്ത്യ അതാക്കുകയാണ്. അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ മോദി സർക്കാർ പെരുമാറുന്നത് എന്നൊരു കാര്യം കൂടി എളമരം കരീം പറഞ്ഞു വെക്കുകയാണ്. കാരണം നമുക്കറിയാം, മിനിമം വേതനം, ഒപ്പം തന്നെ തുല്യവേതനം, വനിതകൾക്കടക്കം തുല്യവേതനം തുടങ്ങിയ കാര്യങ്ങൾ, ഒപ്പം നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ലേബർ കോഡ് വരുന്നതോടുകൂടി മാറിമറയും. മാത്രമല്ല, തൊഴിലാളികൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇനി ട്രേഡ് യൂണിയനുകളെ സമീപിക്കുന്നതിലും ഒരു തരത്തിൽ തടയുണ്ടാക്കുകയാണ് ഇത്തരത്തിലുള്ള ലേബർ കോഡുകൾ വരുന്നതിലൂടെ. അതുതന്നെയാണ് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടതും, അതുതന്നെയാണ് ഇപ്പോൾ മോദി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും. എന്തായാലും അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഡിസംബർ 19 ഒരു കോൺക്ലേവ് സംസ്ഥാന സർക്കാർ വെക്കുന്നുണ്ട്. അതിൽ മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികളെ, പ്രത്യേകിച്ചും തൊഴിൽ വകുപ്പ് മന്ത്രിമാരെയൊക്കെ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് പോകുന്നു. എന്തായാലും ആ നിർണായകമായിട്ടുള്ള കോൺക്ലേവ് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, എളമരം കരീം അതായത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ലേബർ കോഡുകൾ അത് കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് എളമരം കരീം പറയുന്നത്. അതിന് പിന്നിലെ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താണ് എന്നത് ഓരോന്നായി എണ്ണി പറയുന്നുണ്ട് എളമരം കരീം, അല്ലേ? സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഈ ലേബർ കോഡ് സംബന്ധിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസിനോട് വളരെ വിശദമായ ആ ഇന്റർവ്യൂ തന്നിരിക്കുന്നത്. വളരെ ഡീറ്റെയിലായി അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. കാരണം രാജ്യമെങ്ങും വലിയ ആശങ്കയിലാണ്. തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും ഒരു തരത്തിലും പരിഗണിക്കാതെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹരിക്കുന്ന തരത്തിൽ രാജ്യത്തുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങൾ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് ഈ 4 ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നു എന്നൊരു വിഷയം രാജ്യമെങ്ങുമുള്ള തൊഴിലാളികളെ വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതെന്താണ് ലേബർ കോഡുകൾ, എന്താണ് ഇതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഇപ്പോഴും സാധാരണ ജനങ്ങളുണ്ട്. അവർക്കൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ബോധ്യമാവുന്ന തരത്തിലാണ് എളമരം കരീം ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മോട് വിശദീകരിച്ചിരിക്കുന്നത്. വളരെ കൃത്യമാണ് ഇതെങ്ങനെയാണ് ലേബർ കോഡ് നടപ്പിലാക്കുന്നതിന് വലിയ കൃത്യമായ കോർപ്പറേറ്റ് അജണ്ടയാണ്. കേന്ദ്ര സർക്കാർ തൊഴിലാളികൾക്ക് വേണ്ടിയല്ല, മുതലാളിമാർക്ക് വേണ്ടിയാണ്, സാധാരണ മുതലാളിമാരല്ല, വലിയ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയാണ് ഈ ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നതെന്നാണ് CIT പറയുന്നത്. അതിനകത്ത് BMS, RSSന്റെ തൊഴിലാളി സംഘടന BMS നേരത്തെ UP സർക്കാരിന്റെ കാലത്തൊക്കെ തൊഴിൽ സമരങ്ങൾ പങ്കെടുത്തിരുന്നെങ്കിലും ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സമരങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഈ ലേബർ കോഡിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഈ ലേബർ കോഡുകൾ നിലവിൽ വരുന്നു എന്നൊരു പ്രഖ്യാപനം വന്ന ഘട്ടത്തിൽ തന്നെ രാജ്യത്തിന്റെ പല കോണുകളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. ഇനിയും കർഷക സമരത്തിനൊക്കെ തുല്യമായ രീതിയിലുള്ള വലിയ സമരങ്ങൾ രാജ്യമെമ്പാടും നടക്കുമെന്നും എളമരം കരീം പറയുന്നു. അതോടൊപ്പം തന്നെ കേരളം ഒരു കാരണവശാലും ഇത് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാകില്ല. എല്ലാ വഴികളും, എല്ലാ സാധ്യതകളും, ഇത് നടപ്പിലാക്കാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും കേരളത്തിലെ LDF സർക്കാർ തേടും. അതിനുവേണ്ടി എല്ലാ പ്രതിരോധങ്ങളും ഇവിടെ തീർക്കുമെന്നും എളമരം കരീം പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം, ഈ കേരളത്തിൽ ഈ ലേബർ കോഡിന്റെ കരട് തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദ വിഷയങ്ങളിലും വളരെ കൃത്യമായ വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കേരളം ഒരു കാരണവശാലും ഇത് നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് CIT ജനറൽ സെക്രട്ടറി എളമരം കരീം അറിയിച്ചിരിക്കുന്നത്.